അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അമലുകളെയൊക്കെ പൊളിച്ചു കളയുന്ന, അതിൻ്റെ ഫലങ്ങളെയൊക്കെ നശിപ്പിച്ചു കളയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചിട്ടാണ്. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും ഇമാമിയങ്ങളും മശായിഖന്മാർ സൂഫിയാക്കളൊക്കെ വളരെ താക്കീതോടുകൂടി പറഞ്ഞു വച്ചിട്ടുള്ള ഒരു കാര്യം മറ്റൊന്നുമല്ല, റിയാ അഥവാ ലോകമാന്യം എന്ന വിഷയമാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും പല ആളുകളും അവർ ചെയ്യുന്ന ധാരാളം സമ്പത്തുകളും സമയവും ചെലവാക്കി ചെയ്യുന്ന അമലുകളെയൊക്കെ പൊളിച്ചു കളയാറുണ്ട് റിയായിലൂടെ. എന്നാൽ വേറെ ചില ആളുകളോ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില സൽക്കർമ്മങ്ങൾ, ഇത്തരം കാര്യങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് പലപ്പോഴും ചെയ്യാതെ മാറ്റിവെക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാറുണ്ട്. വേറെ കുറേ ആൾക്കാരുണ്ട്, അത് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഈ വഴിയോരങ്ങളിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുന്നതും അങ്ങനെയുള്ള സോഷ്യൽ വർക്കുകളൊക്കെ ആരെങ്കിലും ചെയ്തത് വീഡിയോ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇട്ടാൽ അവിടെ വന്നിട്ട് കുറേ ആൾക്കാർ ഫത്വ കൊടുക്കും. ഇത് ലോകമാന്യമാണ്, ഇത് ഇഖ്ലാസില്ലായ്മയാണ്, ഇതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു പ്രതിഫലവും കിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നും ഇവരാണ് ഈ പ്രതിഫലം കൊടുക്കുന്നതെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹിക്മത്ത് ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട്. അത് ലോകമാന്യമുള്ളവരെ കൊണ്ടും ഇല്ലാത്തവരെ കൊണ്ടും ഒക്കെ പാവപ്പെട്ടവരെ സഹായിക്കും അള്ളാഹു. ഈ വിഷയത്തിൽ നമ്മൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് പണ്ഡിതന്മാർ, മഹാന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പരിശുദ്ധ ഖുർആൻ, ഇവിടെയൊക്കെ എന്താണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഈ റിയായിനെ സംബന്ധിച്ച് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നു, റിയ എന്ന് പറഞ്ഞാൽ ഹുവ ഇൽഹാറുൽ ഇബാദത്തി ലിഖസ്തി റുയത്തിൻ നാസി ലഹ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഇബാദത്തിനെ പ്രകടിപ്പിക്കുക, ലാഹിറാക്കുക, വെളിവാക്കുക എന്നുള്ളതാണ് റിയ എന്ന് പറയുന്നത്. എന്തിനാണ് വെളിവാക്കുന്നത്? വെളിവാക്കുന്നവൻ്റെ ഉദ്ദേശം ഫയഹ്മദു സ്വാഹിബഹ, എന്നിട്ട് ഈ ആളുകളൊക്കെ ഇവനെ പ്രശംസിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, ഈ ഇബാദത്തുകളൊക്കെ വെളിവാക്കുന്നത്. അപ്പോൾ അതെന്തായി? റിയ ആയി മാറി. ഇനി റിയായിനെ സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് സൂഫിയാക്കളൊക്കെ പറയുന്ന തർക്കുൽ അമലി മിൻ അജലിൻ നാസി റിയാഉൻ, ഒരു അമലിനെ ജനങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കുക. അതായത് ജനങ്ങൾ എന്ത് പറയും എന്ന് പേടിച്ച് ജനങ്ങളുടെ കാരണം കൊണ്ട് ഒരു അമലിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് റിയാ. നേരെ മറിച്ച് വൽ അമലു മിൻ അജലിൻ നാസി ശിർക്കുൻ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കാര്യം, ഒരു അമല് ചെയ്യുമ്പോൾ അത് ശിർക്കായി മാറി. വൽ ഇഖ്ലാസു അൻ യുആഫിയക അല്ലാഹു മിൻഹുമ, ഇത് രണ്ടിൽ നിന്നും അള്ളാഹു നിന്നെ മോചിപ്പിക്കലാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരാൾ എന്തെങ്കിലും വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ കണ്ടിട്ട് നമ്മൾ അവിടെ ഫത്വ കൊടുക്കരുത്. മനസ്സിലാക്കുക. കാരണം എന്താ? ഇഖ്ലാസ് എന്ന് പറയുന്നത് ഒരു രഹസ്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നുണ്ട്, അൽ ഇഖ്ലാസു സിർറുൻ ബൈനല്ലാഹി വ ബൈനൽ അബ്ദ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ അടിമയുടെയും ഇടയിലുള്ള ഒരു സിറാണ്, രഹസ്യമാണെന്നാണ്. എത്രത്തോളം അള്ളാഹു നന്മ തിന്മകൾ എഴുതാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്കുകൾക്ക് പോലും ഈ രഹസ്യം അള്ളാഹു തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ മറ്റൊരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നോക്കിയിട്ട് അത് ശരിയല്ല, അത് ഇഖ്ലാസ് ഇല്ല എന്നൊക്കെ നമ്മളെങ്ങനെ ഫത്വ പറയുക, നമ്മളെങ്ങനെ വിധി പറയുക? അവരെ വിധിക്കാൻ നമ്മൾ ആരാണ്? അവരുടെ മനസ്സിലുണ്ടാവുന്ന നിയ്യത്ത് എന്താണെന്ന് നമുക്കെന്തറിയാം? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു എന്ത് ചെയ്യുക? ഒരാളിൽ നിന്ന് അമലുകളെ സ്വീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കണം, ഇതിൻ്റെ ഉള്ളിലുള്ള ഹാലെന്താന്നുള്ളത്. ഇപ്പം അങ്ങനെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി എത്ര ആൾക്കാർ ദുആ ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്ക്. അങ്ങനെ വരുന്ന വീഡിയോകളുടെ താഴെയൊക്കെ നോക്കി അവർക്ക് വേണ്ടി എത്ര ആൾക്കാർ ദുആ ചെയ്യുന്നു. ഇനി ഈ സഹായം ലഭിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന പോരെ അള്ളാഹ്ക്ക് ഇവരെ രക്ഷപ്പെടുത്താൻ. ഇവരുടെ മനസ്സിൽ ഇനി അഥവാ ലോകമാന്യം ഇവർ അറിയാതെ വന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹു പുറത്തു കൊടുക്കാൻ അത്തരം പ്രാർത്ഥനകൾ തന്നെ മതിയാവും. ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്കൊക്കെ വേണ്ടി ആര് പ്രാർത്ഥിക്കും? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. മറ്റുള്ളവരെ കുറിച്ച് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വിധി പറയരുത്. റിയായിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി സ്വഹാബത്തിനെ ഉണർത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖാല ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും ശിർക്കുൽ അസ്ഗർ. സ്വഹാബത്തിനോട് പറയാണ്, നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഷിർക്കുൽ അസ്ഗർ, അതായത് ചെറിയ ഷിർക്കിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഒമ ഷിർക്കുൽ അസ്ഗർ യാ റസൂലുള്ളാഹ്, എന്താണ് നബിയെ ഈ ചെറിയ ഷിർക്ക് എന്ന് പറയുന്നത്? ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, റിയാ, അത് റിയാ ആണ്. അപ്പോൾ റിയാ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അതൊരു ഷിർക്കാണ്. ഷിർക്കുൻ ഖഫീ, നേർമമായിട്ടുള്ള സസൂക്ഷ്മം നിരീക്ഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ത്? റിയാ എന്ന് പറയുന്നത്. എന്നാൽ ഈ റിയാ ആർക്കേ അറിയുള്ളൂ? മറ്റുള്ളവരുടെ റിയാനെ പറ്റി നമ്മൾ വിധി പറയരുത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യഅരിഫു റിയാ ഇല്ലൽ മുഖ്ലിസ്, മുഖ്ലിസായ ഇഖ്ലാസ് ഉള്ള മനുഷ്യനിക്കല്ലാതെ ശരിയായ ഒരു ഇഖ്ലാസ് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് എന്തറിയാൻ പറ്റുള്ളൂ? റിയായിനെ സംബന്ധിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതുണ്ടോ?
നമ്മൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കണം, നമ്മുടെ ഉള്ളിൽ മതിയായ ഇഖ്ലാസ് ഉണ്ടോ എന്നുള്ളത്. മതിയായ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിനകത്ത് അള്ളാഹു അല്ലാത്ത യാതൊന്നും ഉണ്ടാവാൻ പാടില്ല. കഅബ ഷരീഫ് മക്കം ഫത്ഹിന് ശേഷം അലിയാർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ കഅബ ഷരീഫിനകത്തുള്ള വിഗ്രഹങ്ങളെ മൊത്തം എടുത്ത് ഒഴിവാക്കാൻ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തൊരു കഅബയുണ്ട്. ഈ കഅബയുടെ അകത്ത് ധാരാളം വിഗ്രഹങ്ങളുണ്ട്. ഇനി ഇവിടെ ഒരു മക്കം ഫത്ഹ് നടക്കണം. ഈ ഫത്ഹിന് ശേഷം ഇതിനകത്തുള്ള വിഗ്രഹങ്ങൾ മൊത്തം ഒഴിവാക്കപ്പെടണം. അങ്ങനെ ക്ലീൻ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, യഥാർത്ഥമായ ഇഖ്ലാസ് ഉണ്ടാവുക. അല്ലാത്ത കാലത്തോളം അവന് പല ഉദ്ദേശങ്ങളും പല ലക്ഷ്യങ്ങളും കാണും. അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹു നമ്മളെ ഏറ്റവും നല്ല ഉത്തമന്മാരായ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അള്ളാഹുവിൻ്റെ ലിഖായിനെ വല്ലവരുത്തിനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളെ കൊണ്ട് മറ്റ് യാതൊന്നിനെയും എന്ത് ചെയ്യാൻ പാടില്ല, പങ്കു ചേർക്കാൻ പാടില്ല. അപ്പം നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. അല്ലാതെ മറ്റ് സൃഷ്ടികളുടെ തൃപ്തിയോ മറ്റ് സൃഷ്ടികളിൽ നിന്ന് യാതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഉദ്ദേശിക്കാൻ പാടില്ല. അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ ആ ഇബാദത്ത് എന്തായി, റിയ ആയി മാറി. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇനി റിയായിനെ പേടിച്ചിട്ട് പലപ്പോഴും സൽക്കർമ്മങ്ങൾ മാറ്റിവെക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അത്തരം ആളുകളുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട അബുല്ലൈസ് സമർക്കന്തി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ ഇതിനോട് ചേർക്കുകയാണ്. അതായത് മഹാനവറുകൾ പറയുന്നത്, അമലുകൾ ചെയ്യുന്നതിനേക്കാളും പ്രയാസമാണ് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത്. കാരണം അമലുകൾ എന്ന് പറയുന്നത് പളുങ്കുപാത്രം പോലെയാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകും. എന്നാൽ അത് ഉണ്ടാക്കിയെടുക്കാനോ വളരെയധികം ബുദ്ധിമുട്ടാണ് താനും. എന്നാൽ ഇങ്ങനെ പൊട്ടിപ്പോകും, തകർന്നു പോകും എന്നതുകൊണ്ട് അമല് ഒഴിവാക്കാൻ പാടുണ്ടോ? അത് പാടില്ല. മഹാനവറുകൾ പറയുന്നു, ഒരാൾക്ക് റിയാ വരുമെന്ന് ഭയപ്പെട്ടാൽ അയാൾ എന്ത് ചെയ്യണം? അയാളുടെ അമലുകളിൽ പരമാവധി റിയാ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം അയാൾ നടത്തണം. ഒരു കണിക പോലും എന്ത് ചെയ്യാൻ പാടില്ല, റിയാ വരാൻ പാടില്ല. അത്തരത്തിൽ അയാളുടെ അമലുകളെ സ്ഫുടം ചെയ്യാൻ അയാൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. അങ്ങനെ ആ റിയാ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അയാളുടെ ബാധ്യതയാണ്. ഇനി ഒരു നിലക്കും റിയാ ഇല്ലാതെയാകുന്നില്ല എങ്കിൽ, ഏതെങ്കിലും നിലക്ക് ചെറിയ റിയാകൾ വന്നു പോകുന്നു, അവിടെ വസ്വാസിൻ്റെ ആവശ്യമില്ല. അവിടെ പിന്നെ എന്താണ് അയാൾ ചെയ്യേണ്ടത്? മഹാനവറുകൾ പറയുകയാണ്, അങ്ങനെ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? പരമാവധി നല്ല രൂപത്തിൽ ഇഖ്ലാസ് വരുത്തിക്കൊണ്ട് റിയാഇനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇബാദത്ത് അയാൾ ചെയ്യുക. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് ദുആ ചെയ്യുക. തനിക്ക് വന്നു പോയിട്ടുള്ള ഈ തെറ്റിൻ്റെ പേരിൽ, റിയാഇൻ്റെ പേരിൽ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പലപ്പോഴും നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 പ്രാവശ്യം ചെല്ലും. എന്തിനാണ് ചെല്ലുന്നത്? ഇപ്പോൾ വലിയ തെറ്റാണോ ഈ ചെയ്തത്? അല്ല, ആ ചെയ്ത ശരിയിൽ ചിലപ്പോൾ തെറ്റുകൾ നമ്മളറിയാതെ കടന്നു വന്നിരിക്കാം. അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിയുമ്പോൾ 3 പ്രാവശ്യം എന്ത് ചെയ്യുന്നത്? ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. അങ്ങനെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമ്പോൾ മറ്റ് ഇബാദത്തുകളിൽ ചിലപ്പോൾ അള്ളാഹു അയാൾക്ക് എന്ത് ചെയ്യും? ഇഖ്ലാസ് നൽകും. ഒരു ചരിത്രം പറയുന്നുണ്ട്. അതായത് ഒരാൾ ഒരു സത്രം നിർമ്മിച്ചിട്ട് ഇയാൾക്കൊരു സംശയം, എൻ്റെ ഉള്ളിൽ ഇഖ്ലാസ് ഉണ്ടോ? ഞാൻ ലോകമാന്യത്തിന് വേണ്ടി ചെയ്തതാണോ ഇത്? അങ്ങനെയൊക്കെ സംശയം വന്നു. അങ്ങനെ അയാൾ ഉറങ്ങുന്ന സമയത്ത് അയാൾക്ക് സ്വപ്നം കാണിക്കുന്നു. എന്തെന്ന്? അതായത് നിങ്ങൾ ചെയ്ത കർമ്മം അതിൽ ലോകമാന്യം കടന്നുകൂടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തത് മുസ്ലിമീങ്ങളാണ്. ഈ സ്വപ്നം കണ്ടതോടുകൂടി ഇയാൾ ചാടി എണീറ്റു, സന്തോഷം വന്നു. കാരണം ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അള്ളാഹു എന്ത് ചെയ്യും? അയാൾക്ക് പുറത്തു കൊടുക്കാം എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യരുത്? റിയാ വന്നു പോകുമെന്ന് ഭയപ്പെട്ടിട്ട് സൽക്കർമ്മങ്ങളെ മാറ്റി നിർത്തുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. പരസ്യമായിട്ട് ഒരു കാര്യം ചെയ്യുന്നു എന്നതുകൊണ്ട് ഒരിക്കലും എന്താവുന്നില്ല, അത് റിയ ആവുന്നില്ല എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ. ഇനി പരിശുദ്ധ ഖുർആൻ തന്നെ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഇന്തുബ്ദു സ്വദഖാതി ഫനിഅമ്മാഹി, നിങ്ങൾ പരസ്യമായി സ്വദഖ ചെയ്യുകയാണെങ്കിലും അത് നല്ല കാര്യം തന്നെയാണ് എന്ന് ഖുർആൻ പറയുന്നു. ഒരു ചരിത്രം കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇരിക്കുമ്പോൾ മുളർ ഗോത്രക്കാർ അവിടേക്ക് കടന്നു വരുമ്പോൾ ഈ ചരിത്രം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അതുകൊണ്ട് ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കടന്നു വരുന്ന സമയത്ത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നഗ്നപാതരായി കടന്നു വരുന്ന ഇവരുടെ ആ വേഷവിധാനങ്ങളൊക്കെ കണ്ടിട്ട് കീറി മുഷിഞ്ഞ വേഷം ഇത് കണ്ടപ്പോൾ നബി തങ്ങൾക്ക് ഒരുപാട് പ്രയാസം തോന്നി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾക്ക് കഴിഞ്ഞ പോലെ എന്ത് ചെയ്യുക, സ്വദഖ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അൻസാരിയായ ഒരു സ്വഹാബി ഒരു കവർ നിറയെ സാധനങ്ങളുമായി, അദ്ദേഹത്തിന് പൊക്കാൻ കഴിയുന്നില്ല, അത് അത്രയും ഭാരമുള്ള സാധനങ്ങളെല്ലാം കൂടി എടുത്തുകൊണ്ട് വരികയാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ചൊരു കാര്യം പറഞ്ഞു. ഇത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന,
ഇസ്ലാമിൽ ഒരാൾ ഒരു നല്ല ചര്യ തുടങ്ങി വെച്ചാൽ, ഒരു നല്ല ചര്യ കൊണ്ടുവന്നാൽ ഫലഹു അജ്റുഹ, അയാൾക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട്. പോരാ, വ അജ്റുമൻ അമില ബിഹ, ഇയാൾ ഈ തുടങ്ങി വച്ച ഈ സൽക്കർമ്മം കണ്ടുകൊണ്ട് ഇതിനെ ആരൊക്കെ പിൻപറ്റി വരുന്നു, ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആരൊക്കെ ആ സൽക്കർമ്മം പ്രവർത്തിക്കുന്നു, അതിൻ്റെയൊക്കെ പ്രതിഫലം ഇയാൾക്കും കിട്ടും. എങ്ങനെ? മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഉൻ, ഈ ആളുകളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്ന് ഒരു അണു പോലും, ഒരു വസ്തുവും ചുരുങ്ങിപ്പോകാത്ത വിധത്തിൽ ഇവർക്കും ലഭിക്കുന്നു. ഇത് ആരാണോ തുടങ്ങി വെച്ചത് അയാൾക്കും ഇത്രയും പ്രതിഫലം തന്നെ ലഭിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ പലപ്പോഴും പള്ളിയിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സംഭാവനകൾക്ക് വേണ്ടി, ഇപ്പോൾ യത്തീമക്കളോ കല്യാണത്തിനോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടി പലരും പിരിവിന് വരും. അതേപോലെ പള്ളിയുടെ പുനർനിർമ്മാണം, മുത്തഅല്ലിമീങ്ങളുടെ കാര്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഇപ്പം നമ്മൾ എന്തെങ്കിലും സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കാണും, അതൊരു ലോകമാന്യമായി പോകുമോ, ഇഖ്ലാസില്ലായ്മ ആയി പോകുമോ എന്നൊക്കെയുള്ള പേടി എപ്പോഴും വേണം. അതോടൊപ്പം ഈ പേടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇഖ്ലാസ് ഉള്ളത് കൊണ്ടാണല്ലോ. അള്ളാഹു അല്ലാത്ത സൃഷ്ടികളൊന്നും ഇതറിയരുത്, സൃഷ്ടികളിൽ നിന്ന് യാതൊന്നും ഒരു പ്രതീക്ഷയും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ പേടി വരുന്നത്, അല്ലേ? അള്ളാഹുവിന് മാത്രമായിരിക്കണം ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ. എന്നാൽ അതേ സമയം ഇത്തരമൊരു സദസ്സിൽ നമ്മൾ പരസ്യമായി സംഭാവന ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന കുറേ ഗുണങ്ങളും കൂടി ഉണ്ട് അവിടെ. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ പലർക്കും അത്തരം സദസ്സുകളിൽ സംഭാവന പറയാനോ ഏറ്റെടുക്കാനോ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. ഇപ്പോൾ ഈ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ കയ്യിൽ ഇനിയുള്ളത് 10 രൂപയാണെന്ന് വെച്ചോ, നമ്മൾ എഴുന്നേറ്റ് നിന്നതാ എൻ്റെ കയ്യിലൊരു 10 രൂപയുണ്ട്, ഞാൻ ഇതിലേക്ക് സംഭാവന ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ നമ്മൾ ആ സംഭാവന കൊടുക്കുന്നു. എന്നിട്ട് ഇത് കണ്ടിട്ട് വേറെ കുറച്ച് ആൾക്കാർക്ക് അവർക്ക് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഒരാൾ ഒരു 10,000 രൂപ സംഭാവന ചെയ്തു, ഒരാൾ 1,00,000 രൂപ സംഭാവന ചെയ്തു. ഇനി ഇങ്ങനെയൊക്കെ വരുന്ന സംഭാവനകളുടെ ഒക്കെ പ്രതിഫലം ആർക്കുണ്ട്? ഈ ആദ്യം 10 രൂപ കൊടുത്ത ആൾക്കുണ്ട്. നോക്ക് നിങ്ങൾ, 10 രൂപ കൊണ്ട് ഇയാൾ എത്ര പ്രതിഫലം സമ്പാദിച്ചു. ഇനി ഇയാൾ കൊടുത്ത 10 രൂപക്ക് പിറകെ ഒരാൾ 10,000 രൂപ എടുത്ത് കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് കണ്ടിട്ടായിരിക്കും അടുത്തവൻ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരും ചെയ്യുന്നത് കണ്ട് അടുത്ത ആൾക്കാരൊക്കെ കൊടുക്കും തോറും മുന്നിലുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെയൊക്കെ പ്രതിഫലം ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്തരം നന്മകളിലൊക്കെ ഒന്നാമനായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പം നേരത്തെ പറഞ്ഞ അബുല്ലൈസ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ കൗലും കൂടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ് ആ കാര്യം, അല്ലേ? ഒരു സൽക്കർമ്മം ചെയ്യാൻ ഒരവസരം കിട്ടുമ്പോൾ ആ കർമ്മം ആ സമയത്ത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മൾ ചിന്തിക്കണം. അത് മാറ്റി വെച്ചാലുണ്ടാവുന്ന ഗുണങ്ങളും എല്ലാം ചിന്തിക്കണം. അത് പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ കൂടുതലാണെങ്കിൽ, ആ സമയത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ കൂടുതലാണെങ്കിൽ ഏറ്റവും നല്ലതെന്താ? ആ സമയത്ത് തന്നെ അത് ചെയ്യലാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അല്ലേ? അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.